ഒന്ന്, ന്യൂമാത്സ് എഴുതുന്ന കുട്ടികൾ, അതായത് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്ത കുട്ടികൾ, ജില്ലയിലേക്കുള്ള ഒരൊറ്റ പരീക്ഷ ഇനി ഉള്ളൂ അവർക്ക്. ആ സ്കൂൾ കുട്ടികൾ ഇതിലുണ്ടാവും. അവർക്ക് 7-ാം തീയതി നേരിട്ടുള്ള ക്ലാസ്സുണ്ട്. ക്ലാസ് കോഴിക്കോട് വെച്ച് ആയിരിക്കും. സ്ഥലവും സ്കൂളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും പിന്നീട് ഗ്രൂപ്പിലൂടെ. ന്യൂമാത്സിൻ്റെ എഴുതുന്ന കുട്ടികൾ ഇതിലുണ്ടോ ഇപ്പോൾ? യെസ്. അക്കങ്ങളുടെ ഗുണനഫലം ഞാനിതിൽ ഇംഗ്ലീഷ് വേർഷൻ പറയാം. അക്കങ്ങളുടെ ഗുണനഫലം 100 എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ ഗുണനഫലം 100 എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട്? ചോദ്യം കേട്ടിട്ട് ബേജാറാവണ്ട. ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ആ ചോദ്യം വിഷമമുള്ളതാണെങ്കിൽ അത് നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, അപ്പോൾ ഉത്തരം കിട്ടിക്കോളും. How many 3-digit numbers are there whose product of digits 100? How many 3-digit numbers are there? How many 3-digit numbers whose product of digits 100? തമ്മിൽ ഗുണിച്ചാൽ, ഇപ്പൊ മൂന്നക്ക സംഖ്യ എടുത്തു, 2, 3, 5, ഇവ തമ്മിൽ ഗുണിച്ചാൽ 100 കിട്ടണവരെ. ഇത് കിട്ടൂല. അങ്ങനെ തമ്മിൽ ഗുണിച്ചാൽ 100 കിട്ടുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ആൻസർ ടൈപ്പ് ചെയ്തു. കുട്ടി പേരെന്താണ്? മുസമ്മിൽ. ഇതിന്റെ ആൻസർ കിട്ടിയോ? 3 ഏതൊക്കെയാ? 3 അത് ശരിയാണ്. പക്ഷെ ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതൊക്കെയാ 3 3 അത് ശരിയാ? ഓ 554. അതാണ് പറഞ്ഞത്. 554 പറഞ്ഞ പേര്, കുട്ടിയുടെ പേര് പറയൂ. മുസമ്മിൽ തന്നെയാണ്. 554. പിന്നെ 455. പിന്നെ 545. ഇനിയുണ്ടോ? അപ്പം 5 × 5 × 4 5 × 5 25 × 4 100. ശരി, ഗുണിച്ചാൽ 100 കിട്ടുന്നു. 4 × 5 × 5 25 4 100. ഓക്കെ. 5 × 4 × 5 അതും 100. അക്കങ്ങളുടെ ഗുണനഫലം 100 കിട്ടുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 3 ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് മറ്റു കുട്ടികൾക്ക് അറിയാമോ? ഇന്നലെ ഒരു സ്കൂളിൽ പോയപ്പോഴാണ് രാവിലത്തെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മാഷ് വരുമ്പോഴും 2 രീതിയിലാണെന്ന് പറയുന്നു. ഒന്ന്, രാവിലെയുള്ള ഓൺലൈൻ ക്ലാസ് കുറച്ച് ഗൗരവമാണ് പോലും. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഞാനൊരു ഗൗരവക്കാരനാണ് ഉണ്ടോ? ഉണ്ട്. ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരിത്തിരി ഗൗരവത്തിലെടുത്താലേ ശരിയാവും, എന്നാലേ ഇത് നീങ്ങും. ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 മണിക്കൂറാണ്. ഒരു ദിവസം 5 മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെ നമുക്ക് തമാശകൾ പറയാം, ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം. പക്ഷേ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദ്യങ്ങളിൽ മാത്രം മൂന്നുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. സാരമില്ല, പരമാവധി തമാശ പറയാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? യെസ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ 100 എന്ന സംഖ്യയല്ലേ കിട്ടേണ്ടത്? 100നെ ഫാക്ടറൈസ് ചെയ്യാം. 100നെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചു 50 കിട്ടി, അത് നിങ്ങൾക്കറിയാം.
50നെ 2 കൊണ്ട് ഹരിച്ചു, നിങ്ങൾക്ക് 25 കിട്ടി, അതും അറിയാം. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 കിട്ടി. പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താ സംഭവിച്ചത്? 5 × 5 × 2 × 2 ഇത് 4 അക്കമായി പോയി. നമ്മളോട് 3 അക്ക ചോദിക്കേണ്ടത്. ഈ സംഖ്യ 3 അക്കമാക്കാനുള്ള മാർഗം എന്താ? 2 × 2 തമ്മിൽ ഗുണിക്കുക. 5 × 5 × 2 × 2 എത്രയാണ്? 4. കണ്ടോ? ഇത് ഗുണിച്ചാൽ 100 കിട്ടിക്കോളും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സംഖ്യ കിട്ടി 554. ഈ 554 5ഉം 5ഉം ഒരേപോലെയുള്ളതായതുകൊണ്ട് 3 എണ്ണ ഉണ്ടാക്കാൻ പറ്റും. വ്യത്യസ്ത സംഖ്യകളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 6 ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 3 അക്കങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് 6 ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 3 അക്കത്തിൽ 2 ഒരുപോലെ വന്നുകൊണ്ടാണ് നമുക്ക് 3 ഉണ്ടാക്കാൻ പറ്റിയത്. മനസ്സിലായോ? ആ, സംശയം. മുസമ്മിലാണ് ഇതിന് മറുപടി പറയേണ്ടത്. മുസമ്മിൽ കേൾക്കാമോ? ഓക്കെ, ഇങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്? ആ, ഇത്തരം ചോദ്യങ്ങൾക്ക് ഫാക്ടറീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു ചോദ്യമാണ്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ ഈ ന്യൂമാത്സിന്റെ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അവർക്ക് 7-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ക്ലാസ് ഉണ്ട്. നേരിട്ടുള്ള ക്ലാസ്സാണ്, പങ്കെടുക്കുക. ഇതാ വരുന്നു അടുത്ത നല്ലൊരു ചോദ്യം. ന്യൂമാത്സിന്റെ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടാൽ, കഴിഞ്ഞ പ്രാവശ്യം USSന്റെ കുട്ടികളെ മുഴുവൻ ഗിഫ്റ്റഡ് ആക്കിയ ചോദ്യങ്ങളായിരുന്നു ന്യൂമാത്സ് ചോദ്യങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ന്യൂമാത്സ് ചോദ്യങ്ങൾ അങ്ങ് ഇട്ടുകൊടുത്തു. ആ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നവയിൽ എല്ലാം ഷോർട്ടായിട്ട് എഴുതാം. ചുവടെ കൊടുത്തവയിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യയുടെ നല്ല ചോദ്യമാണ്. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ആവാത്തത് ഏത്? താഴെ കുറച്ച് സംഖ്യ കൊടുക്കും. അതില് താഴെ കൊടുത്തില്ലെങ്കിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ആവാത്തത്. ആ അക്കങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നിന്റെ അക്കം ആവില്ല. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യ എടുത്ത് ഗുണിച്ചു നോക്കിയാൽ. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ? Note the unit place digit. Unit place digit ആവാത്ത 2 consecutive natural numbers. ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും 2 അക്ക സംഖ്യ അല്ലെങ്കിൽ 3 അക്ക ഏത് വേണം എടുത്തു നോക്കും. തുടർച്ചയായ 2 സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ തമ്മിൽ ഗുണിച്ചാൽ ആ ഗുണനഫലത്തിന്റെ 1 സ്പേസിൽ വരാത്ത സംഖ്യ അക്കം ഏതാണ്? ഇംഗ്ലീഷ് വേർഷൻ ഒന്നുകൂടി പറയണോ? എന്നാ ഒരാളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആരാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക? Which of the following digits is not a pair in the
യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്. യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്. തിഷ ആ ചോദ്യം ഒന്ന് വായിച്ചേ. Which of the following digits is not appear in the unit place digit? Of the product of two consecutive natural numbers. ദേവനന്ദ കേൾക്കാമോ? Yes, sir. ഈ ചോദ്യം രണ്ടൊന്ന് വായിച്ച മോളെ. Which of the following digit is not appear in the unit place digit of the product of two consecutive natural numbers? മലയാളം ഒന്ന് വായിച്ച്. ചുവടെ കൊടുത്തവയിൽ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ആർ 0, 2, 4 and 6. ഇതിൽ ഏതാണ് രണ്ട് അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൽ വരാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. രണ്ട് അടുത്തടുത്ത സംഖ്യ എടുത്ത് ഗുണിച്ചു നോക്കരുതോ? 4. റൈറ്റ് ആൻസർ 4 ആണ്. ഞാൻ വിശദീകരിക്കണമെങ്കിൽ പറയണം. നിങ്ങൾ പറയണം. ഞാൻ ഇത് വിശദീകരിക്കണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയണം. വിശദീകരിക്കാം. ഓക്കെ, വിശദീകരിക്കാം. യെസ്, ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. വിശദീകരിക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. 0 വരാം, 1 വരാം എന്നൊക്കെ ഡിജിറ്റ്സ് ആണല്ലോ. 2, 3, 4, 5, 6, 7, 8, 9 വീണ്ടും 0-ലേക്കെല്ലാം പോകാം. പോട്ടെ, ഇതാണല്ലോ നമ്മളെ 10 ഡിജിറ്റ്സ്. ഇതിൽ ഏതാണ് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനത്തിൽ വരാത്ത ചോദ്യം. ഞാൻ രണ്ട് സംഖ്യ എടുക്കുകയാണ്. എനിക്ക് 40 ഇഷ്ടമാണ്. ഞാനൊരു സംഖ്യ 40 എടുത്തു. അതിന്റെ തുടർച്ചയായിട്ട് നമ്പറാണ് 41. ഇവ തമ്മിൽ ഗുണിച്ചാൽ അവസാനം ഏതായിരിക്കും? നിങ്ങൾ പറ. 0. അപ്പൊ 0 വരുന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഒറ്റാള് പറഞ്ഞാൽ മതി. ദേവനന്ദ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ. ദേവനന്ദ കേൾക്കാമോ? മോള് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാൽ മതി. 40-നെ 41 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരാ മോളെ വരിക? 0. ശരി. ഇനി 41-നെ 42 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? 2 ആണ്. ഒരു 2 2 അപ്പൊ 2 വരും. ഇനി 43-നെ 44 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ മോളെ വരിക? 2 വരുന്നു. അവസാനം 2 വരുന്നു. അപ്പോ 2 വരുന്നു, 0 വരുന്നു, 0 വരുന്നു, 2 വരുന്നു. കാണുന്നുണ്ടോ? ഉണ്ട്. ഇനി 44-നെ 45 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? 0 ആണ് വരുന്നത്. അപ്പൊ 0-ന് വീണ്ടും സ്ഥാനം വന്നു. ഇനി 46-നെ 47 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? 2. നിങ്ങൾക്ക് എന്താ ഒരു ആലോചന? 2 അല്ലേ? 2 തന്നെയാ വീണ്ടും വരുന്നത്. കണ്ടോ? ഇനി 47-നെ 48 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? 6-ന് കിട്ടി സ്ഥാനം. 6-ന് ഒരു സ്ഥാനം കിട്ടിയല്ലോ. 49-നെ 50 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? 0. എന്താണ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നത്? ഇനി വീണ്ടും പോട്ടെ. 51-നെ 52 കൊണ്ട് ഗുണിച്ചാൽ അവസാനം ആരാ വരിക? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നാ ഇന്ന് മനസ്സിലായി?
അവസാനം ഇങ്ങനെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ അവസാനം വരാൻ സാധ്യതയുള്ള ആളുകൾ 3 ആളേ ഉള്ളൂ. 0, 2, 6. ആ 0, 2, 6 എന്നീ സംഖ്യകളാണ്. ഇത് വരാത്ത നിങ്ങളൊന്ന് പറഞ്ഞേ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ 41 തൽക്കാലം എടുക്കുന്നേ ഉള്ളൂ. എനിക്ക് വേണേ 50 തുടങ്ങാം, വേണേ 11 തുടങ്ങാം. 11നെ 12 കൊണ്ട് ഗുണിച്ചു, അവസാനം 2 കൂടെ ഉണ്ട്. 12നെ 13 കൊണ്ട് ഗുണിച്ചു, 3, 2, 6, 6 കൂടെ ഉണ്ട്. 2 കൂടെ ഉണ്ട്, 6 കൂടെ ഉണ്ട്. പിന്നെ 10നെ 11 കൊണ്ട് ഗുണിച്ചു, 0 ആണ്, 0 ഇവിടെ ഉണ്ട്. വരാത്തതാര? ഈ ചോദ്യമൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ മക്കളെ, ഈ ചോദ്യമൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണില്ലേ? ഇത് ന്യൂമാത്സിന്റെ സ്റ്റേറ്റ് ലെവലിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യമാണ് ന്യൂമാത്സിന്റെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ചിലപ്പോൾ ഇപ്പം ചോദിച്ചത് പിന്നെ ഈ രീതിയിലായിരിക്കാം, വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. വിച്ച് ഇസ് നോട്ട് ദ വൺസ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് കൗണ്ടിങ് നമ്പേഴ്സ്. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യയുടെ ഗുണനഫലത്തിൻ്റെ 1ന്റെ സ്ഥാനത്തെ അക്കം ആവാത്ത സംഖ്യയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 4. മനസ്സിലായോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ആണ്. ശരി. നോ ആണെങ്കിൽ പിന്നീട് എന്നെ വിളിച്ചാൽ മതി. നോ എന്ന് പറയുന്ന കുട്ടികൾ വീണ്ടും വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നോ പറയുന്ന കുട്ടികളോട് എനിക്കൊരു വാക്ക്, നിങ്ങൾ തുടർച്ചയായ 2 സംഖ്യകൾ എടുത്ത് ഗുണിച്ചു നോക്കുക. ഗുണിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാ വരുന്നത് നോക്കിയാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോ. ദേവനന്ദ, എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് മക്കളെ? 344. അമ്മോ, ഭയങ്കര നമ്പറാണല്ലോ. 350 മേലെ കടന്നില്ല. എന്താ കിടക്കത്ത്? 350 മേലെ കിടക്കും. ഓക്കെ, ശരി. മൈക്ക് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഇനി മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടുന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ദേവനന്ദയും തൃശയും മറുപടി പറയാൻ തയ്യാറായിട്ട് നിൽക്കുക. നാളെ ക്ലാസ് എടുക്കുമ്പോൾ 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കുന്ന കുട്ടികളെല്ലാം ഞാൻ കോഹോസ്റ്റ് ആക്കി തരും. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, ആ നമ്പറിൽ വിളിച്ചാൽ മതി, എൻ്റെ ഈ നമ്പറിൽ. എങ്കിൽ അവർ കോഹോസ്റ്റ് ആക്കി തരും. 10-25 കോഹോസ്റ്റിൽ പറ്റും. എല്ലാവരും കൂടിയും ബഹളം വെക്കുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. സ്ഥിരം വരുന്ന ചോദ്യം പറയാം. ഒരു സംഖ്യയെ, മലയാളം മീഡിയം കൂടി ഉള്ളതുകൊണ്ടാണ്, 779 കൊണ്ട് ഗുണിച്ചപ്പോൾ, ഇത്തരം ചോദ്യങ്ങൾ കാണുന്നുണ്ട്, അതാ ചോദിച്ചു. ഗുണിച്ചപ്പോൾ ഒരു സംഖ്യയെ 779 കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ല, ഹരിച്ചപ്പോഴാണ്. മാറിപ്പോയതാ. ഹരിച്ചപ്പോൾ, ഡിവൈഡ് ചെയ്തപ്പോൾ, ഹരിച്ചപ്പോൾ നിങ്ങൾ മാറ്റിയതാണ്. ഹരിച്ചപ്പോൾ ഹരിച്ചപ്പോൾ ശിഷ്ടം 47 കിട്ടി പോലും, ശിഷ്ടം 47 കിട്ടി പോലും. ഇതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? മോളെ തിശ ഒന്ന് വായിച്ച ചോദ്യം. ഒരു സംഖ്യയെ 779 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 47 കിട്ടി. ഇതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? A number divided by 779 gives the remainder. എത്ര റിമൈൻഡർ? 47. 47. The same number is divided by 19. What is the system?
വാട്ട് ഈസ് ദ റിമൈൻഡർ? ദേവനന്ദ ചോദ്യം വായിക്കേ. A number divided by 779 gives the remainder 47. The same number is divided by 19. What is the remainder? യെസ്, കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 9 എന്ന ആൻസർ ശരിയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിശദീകരിക്കണം. നിങ്ങളാണ് വിശദീകരിക്കേണ്ടത്. എല്ലെന്തോന്ന് ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന 2 കുട്ടികളാണ് അതിലുള്ളത്. അതിൽ വിശദീകരിക്കണമെന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ദേവനന്ദക്ക് കാര്യം മനസ്സിലായോ? കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്യണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന കുട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും. എക്സ്പ്ലെയിൻ ചെയ്യണോ മക്കളെ? അപ്പോൾ കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ. എന്താ ടൈപ്പ് ചെയ്യുന്നത് അത് നോക്കി പറഞ്ഞാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യണോ? യെസ്. യെസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം? ആ, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ തന്നെ ഹരിക്കുന്ന കണക്ക് ചെയ്യുമ്പോൾ അങ്ങ് ചെയ്ത് നോക്കുക. ഇങ്ങനെയല്ലേ നമ്മൾ ഹരിക്കുന്ന കണക്ക് ചെയ്യുക? ഏതോ ഒരു നമ്പർ നമുക്ക് അറിഞ്ഞൂടാ, ഒരു തന്നിക്കില്ല. ഹരിച്ചത് 779 ആളാണ്. എന്നിട്ടോ അതിന്റെ ഹരണഫലം കോഷ്യന്റ് അതും തന്നിക്കില്ല. തരാത്തോണ്ട് എന്ന് കൊടുത്തോ വെറുതെ കൊടുത്തോ. എക്സ് എന്ന സംഖ്യയെ 779 ഹരിച്ചപ്പോൾ ഹരണഫലം എ കിട്ടി. പക്ഷെ റിമൈൻഡർ വന്നിട്ടുണ്ട്. ആ റിമൈൻഡർ 47 തന്നിട്ടുണ്ട്. ഇതാണ് ആ സംഭവം. ഏതോ ഒരു സംഖ്യയില് 779 പക്ഷേ എ എന്ന സംഖ്യ ഹരണഫലവും കിട്ടി, ശിഷ്ടം 47 കിട്ടി. നിങ്ങൾ ഇതെന്തെല്ലാം ചെയ്യല്? 779 എന്ന സംഖ്യയെ ഈ പറഞ്ഞ ഹരണഫലം കൊണ്ട് ഗുണിച്ചാൽ, എ കൊണ്ട് ഗുണിച്ചിട്ട് ഇക്കാണുന്ന ശിഷ്ടം കൂട്ടിയാൽ, അതായത് 47 കൂട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് കിട്ടും. അത് ശരിയല്ലേ? ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചിട്ട് ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടണ്ടേ? കിട്ടും. ആ എക്സ് കിട്ടണം. അത് ശരിയാണ്. എന്നിട്ടോ ഇതിനെ നിങ്ങൾ പിന്നെ നിങ്ങളോട് പറയുന്നത് 19 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? ശരിക്കും ശ്രദ്ധിച്ചോളെ. നിങ്ങൾ അറിയോ ഈ 779 19 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? നിങ്ങൾ നോക്കാതെ പറ. 779 19 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? നോക്കാതെ പറ. അതെങ്ങനെയാ? നിങ്ങൾ റിമൈൻഡർ ആ ചോദിച്ചത്. 779 19 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കി പറഞ്ഞാൽ പോരെ മക്കളെ? എനിക്ക് ഇനി എല്ലാവർക്കും ഓൺ ചെയ്യാം. എല്ലാവരും പറയട്ടെ. 779 19 ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? ഉറപ്പല്ലേ? അത് 0 ആകാനേ പാടുള്ളൂ. കാരണം അത് 0 വരണം, നിർബന്ധമാണ്. 779 ഇത് 19ന്റെ മൾട്ടിപ്പിൾ ആവണം. നിങ്ങൾ നോക്കൂ, 19 എത്ര കൊണ്ട് വിളിച്ചാൽ ഇത് കിട്ടുക? എത്ര ഉണ്ട്? 40. കേൾക്കുന്നില്ല. 41. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. 19 41 കുടിച്ചു നോക്കാം. 9 9 4 36 1 1 4 4 റെഡിയല്ലേ? അപ്പൊ ഇതെപ്പോഴും ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി ഇതിനെ എ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനവും ഇതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഈ 779 നിങ്ങളൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഇതാ എ സംഖ്യ അല്ല. ഈ ഹരണഫലത്തെ ഗുണിച്ചു കഴിഞ്ഞ് 19 ഹരിച്ചാലും റിമൈൻഡർ 0 ആയിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെങ്കിൽ നിങ്ങൾ 47 19 ഹരിച്ചാൽ മതി. നിങ്ങളെ ചോദ്യത്തിലില്ലേ 47 ശിഷ്ടം വന്നു എന്ന്? ആ ശിഷ്ടത്തെ 19 ഹരിച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ കൊടുക്കണ്ട. കാരണം 779 ഇൻറ്റു എ ആണ്. 779 ഇൻറ്റു എ
ആരോ ഒന്ന് അവിടുന്ന് മൈക്കോൺ ചെയ്ത് കളിക്കണ്ട. 779 ഇൻറ്റു എ പ്ലസ് 47 ഈക്വൽ ടു ഈ കാണുന്ന ഈ സംഖ്യയാണ്, ആ വലിയ സംഖ്യയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേറെ കണ്ടുപിടിക്കാം, അതവിടെ കട്ടെ. 779 ഇൻറ്റു എ പ്ലസ് 47 ആണ് ഈ സംഖ്യ. 779 19 വെച്ചാൽ റിമൈൻഡർ 0 ആണ്. 759 എ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയെ 19 വെച്ചാലും റിമൈൻഡർ 0 ആണ്. പിന്നെ നിങ്ങൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ 47 19 വെച്ചാൽ മതി. 47 19 വെച്ചാൽ എത്രയാ? 4 19 എത്രയാ? വേണ്ടാലോ. 47 19 വെച്ചാൽ 2 19 എത്രയാ? പറ. 2 19 4 19 2 19 2 19 എത്രയാ മക്കളെ? 38. റിമൈൻഡർ എത്രയാ? 1. ഇത് മനസ്സിലായോ ദേവന്ദയ്ക്ക്? കുറച്ചേ മനസ്സിലായുള്ളൂ. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 2 സംഖ്യ എടുത്ത് ചെയ്ത് നോക്കിയാൽ, ചെറിയ സംഖ്യ എടുത്തിട്ട് ആർക്കെങ്കിലും ഇത് 9 കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എളുപ്പ വഴി നിങ്ങളുടെ ചോദ്യത്തിൽ 47 ശിഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 19 അടിച്ചാൽ എത്ര എന്ന് പറഞ്ഞാൽ മറ്റേത് എന്തായാലും നിങ്ങൾ നോക്കണ്ട. ഈ 47 നിങ്ങൾ 19 കൊണ്ട് ഹരിച്ചാൽ മതി. 47 19 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് അറിയണം. ആ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം ആയിരിക്കും അതിന്റെ ഉത്തരം. മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. ശരിയാണ്. പ്രൈം നമ്പർ കാണാതെ പഠിച്ചോ നിങ്ങൾ? യെസ്. കാണാതെ പഠിക്കാത്തവർ ഇതിലുണ്ടോ? പ്രൈം നമ്പർ കാണാതെ പഠിക്കാത്തവർ ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല. 25 പ്രൈം നമ്പർ ആദ്യത്തത് കാണാതെ പഠിക്കാത്തവർ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചു തരാം, പ്രശ്നമാക്കണ്ട. ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഉണ്ടെങ്കിൽ പറഞ്ഞു. പ്രൈം നമ്പറിന് ചോദ്യം ഉണ്ടാവും. ന്യൂമാൻ സാറോട് ഉണ്ടാവും, USS സാറോട് ഉണ്ടാവും. അതിന് ആദ്യത്തെ 25 പ്രൈം നമ്പറിനാ ചോദിക്കുക. യെസ് നോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയൊന്ന് വായിച്ചു കൊടുത്തൂടെ? നോ എന്ന് ടൈപ്പ് ചെയ്ത കുട്ടികളെ നോക്കിയിട്ട് ദേവനന്ദല്ലേ പറയേണ്ടത്, തിശയും. ഓക്കെ. പ്രൈം നമ്പർ പഠിക്കാത്തവരിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ പറയുന്നു. പ്രൈം നമ്പർ നിങ്ങൾ പഠിക്കുന്നതിന് ഇടയ്ക്ക് ഇതങ്ങ് പഠിച്ചാൽ മതി. 6ന്റെ മൾട്ടിപ്പിൾ 1 6 6 2 6 12. ദേവനന്ദ പറഞ്ഞ 6ന്റെ മൾട്ടിപ്പിൾ പറ. പിന്നെ 30 36 ആയിക്കോട്ടെ, 42 ആയിക്കോട്ടെ, 48 ആയിക്കോട്ടെ, 54 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 66 ആയിക്കോട്ടെ. മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കുട്ടി കഷ്ടപ്പെടുന്നതാണെന്നില്ല. 72 ആയിക്കോട്ടെ, 78 ആയിക്കോട്ടെ, 84 ആയിക്കോട്ടെ, 90 ആയിക്കോട്ടെ, 96 മതി. അത്ര വരെ പഠിച്ചാൽ മതി. 6ന്റെ മൾട്ടിപ്പിൾ എങ്കിലും പഠിച്ചാൽ പ്രൈം നമ്പർ കിട്ടുമല്ലോ. ആദ്യത്തെ പ്രൈം നമ്പർ 2 3 അത് നിങ്ങൾക്ക് അറിയാം.
6ന്റെ തൊട്ട ഇപ്പുറത്താള് പ്രൈം നമ്പർ. 6ന്റെ തൊട്ട അപ്പുറത്താളും പ്രൈം നമ്പർ. 12ന്റെ തൊട്ട ഇപ്പുറത്താള് പ്രൈം നമ്പർ. 12ന്റെ തൊട്ട അപ്പുറത്താളും പ്രൈം നമ്പർ. 18ന്റെ തൊട്ട ഇപ്പുറത്താള് പ്രൈം നമ്പർ. 18ന്റെ തൊട്ട അപ്പുറത്താളും പ്രൈം നമ്പർ. 24ന്റെ തൊട്ട ഇപ്പുറത്താള് പ്രൈം നമ്പർ. പക്ഷെ അപ്പുറത്താള് പ്രൈം നമ്പർ അല്ല. അതെന്തുകൊണ്ടാ? 25 എന്ന സാധനം പ്രൈം നമ്പർ അല്ല. അതെന്തുകൊണ്ടാണ്? അവൻ 5ന്റെ മൾട്ടിപ്പിളാ. 5 എന്ന പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിളാ. അത് എഴുതാൻ പാടില്ല. എല്ലാവരും കൂടി ബഹളം വെക്കുന്നു. അതൊന്നും മനസ്സിലാക്കും. 30ന്റെ തൊട്ട ഇപ്പുറത്താള് പ്രൈം നമ്പർ. തൊട്ട അപ്പുറത്താളും പ്രൈം നമ്പർ. 35 പ്രൈം നമ്പർ അല്ല. കാരണം 5ന്റെ മൾട്ടിപ്പിൾ 37 പ്രൈം നമ്പർ. 41 പ്രൈം നമ്പർ. 43 പ്രൈം നമ്പർ. ഇവിടെ 41 43 ഇനി 47 എഴുതി. ഇവിടെ 47 എഴുതി. 49 എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ് 49 പ്രൈം നമ്പർ അല്ലാത്തത്? കാരണം 7 49 7ന്റെ മൾട്ടിപ്പിൾ വന്നു. 54 അതിന്റെ തൊട്ടപ്പുറത്ത് 53 പ്രൈം നമ്പർ. തൊട്ടപ്പുറത്ത് 55 ആവൂല, 5ന്റെ മൾട്ടിപ്പിൾ. 59 പ്രൈം നമ്പർ. 59 പ്രൈം നമ്പർ. 61 പ്രൈം നമ്പർ. 66ന്റെ തൊട്ടിപ്പുറത്തെ ആള് പ്രൈം നമ്പർ അല്ല. തൊട്ടപ്പുറത്തെ ആള് പ്രൈം നമ്പർ ആണ്. 67 കണ്ടോ? ഇനി 70ന്റെ കാര്യം കൂടി തീർന്നില്ലേ? 71 പ്രൈം നമ്പർ. 73 പ്രൈം നമ്പർ. പിന്നെയോ 79 പ്രൈം നമ്പർ. 77 അല്ല, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 84 പ്രൈം നമ്പറിന്റെ തൊട്ടിപ്പുറത്തുള്ള 83 പ്രൈം നമ്പർ. 85 അല്ല. 90ന്റെ തൊട്ടിപ്പുറമുള്ള 89 പ്രൈം നമ്പർ. അപ്പോ 90ന്റെ അപ്പുറത്ത് 91 പ്രൈം നമ്പർ അല്ല. 91 വേറെ ഇതിലേതോ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ്. 97 അവസാനത്തെ 2 അക്ക പ്രൈം നമ്പർ. 95 പ്രൈം നമ്പർ അല്ല. ഒന്ന് ദേവനന്ദ വായിച്ച് ഏതൊക്കെ പ്രൈം നമ്പേഴ്സ്? ആ പ്രൈം നമ്പർ എങ്ങനെയും കണ്ടുപിടിച്ചത്? മറ്റു കുട്ടികൾക്ക് ഈ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ 6ന്റെ മൾട്ടിപ്പിളിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ചവിട്ടിപ്പിടിച്ച് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? പരീക്ഷ ഹാളിൽ വെച്ചിട്ട് ഇഷ്ടമായിക്കണ്ടേ ലൈക്ക് തന്നാ മതി. എക്സാം ഹാളിൽ വെച്ചിട്ട് നിങ്ങളോട് 3 സംഖ്യകളുടെ 3 പ്രൈം നമ്പേഴ്സിന്റെ സമ്മ് 32 വലുതേത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രൈം നമ്പർ ഇങ്ങനെ മനസ്സിൽ തെളിയുന്നില്ലെങ്കിൽ ഇതെങ്കിലും നിങ്ങൾക്ക് 6ന്റെ മൾട്ടിപ്പിൾ എഴുതിയിട്ട് അപ്പുറത്തെ ഇപ്പുറം നോക്കി പഠിച്ചേക്കണം. 25 ചോദമശി കൊണ്ട് എഴുതിയ സാധനം ഉണ്ട് ഇവിടെ. 25 പ്രൈം നമ്പറാണ് 1നും 100നും ഇടയിലുള്ളത്. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. 2-നൊരു ബഹുമതിയുണ്ട്. 2 ഈസ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ. 2 ഈസ് ദ ലീസ്റ്റ് ഈവൻ നമ്പർ. 2 ഈസ് ദ ഓൺലി പ്രൈം ഈവൻ നമ്പർ ഇൻ ദ വേൾഡ്. പ്രൈം ഈവൻ നമ്പർ പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഒരു ഇരട്ട സംഖ്യ. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടോ, എല്ലാം ഒറ്റ സംഖ്യകളാണ്. ഇത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കൂ. എങ്ങനെ ഉണ്ടാക്കാം ചോദ്യം? 4 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചാൽ 930. വലുതേത്? വലുത് 31 ആയിരിക്കും. 930 കിട്ടണമെങ്കിൽ 2ഉം 5ഉം ഉണ്ടാകുമെന്നൊരു കുട്ടി അറിയണം. 2ഉം 5ഉം എവിടെ കൊടുങ്ങുന്നുവോ അവിടെ 0 ഉണ്ടാകും. 2 5 10. പിന്നെ കിട്ടേണ്ടത് 31. ഇതെങ്ങനെയാ കിട്ടിയ? പിന്നെ 93 വരുന്നത്. 93 33ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ?
യെസ്. ഇതാ വരുന്നു എക്സ്പൊണൻസിൽ നിന്നൊരു ചോദ്യം. എക്സ്പൊണൻസിൽ നിന്നൊരു ചോദ്യം. യെസ്, ഞാൻ കേട്ടു. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, അധികം ടൈപ്പ് ചെയ്താൽ മതി. 300-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്താണ്. ഇന്ന് MEMലാണ് ക്ലാസ്. ഓരോ ദിവസവും ഓരോ സ്കൂളിൽ പോകുമ്പോഴാണ് ആ സ്കൂൾ നല്ല കുട്ടികളാണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്. ഓ, എന്താ കുട്ടി പറയുന്നത് ദേവനന്ദ? നമ്മളോടെല്ലാം തോന്നില്ലേ? നമ്മളോടെല്ലാം തോന്നും. ആ കുട്ടി വേറെ ആരോടാ പറയുന്നത്? ഇന്ന് എത്ര കുട്ടികൾ പങ്കെടുത്തിക്കുന്നത് ദേവനന്ദ? 322 പങ്കെടുത്തിട്ടുണ്ട്. ഇതാ ദേവനന്ദ അടുത്ത ചോദ്യം വരുന്നു. 2 raised to 40 plus 2 raised to 40 plus 2 raised to 40 plus 2 raised to 40 എത്ര? കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. ടൈപ്പ് ചെയ്യുന്ന നോക്കി ദേവനന്ദ ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് നേരത്തെ പോവാം. നോക്കാം നമുക്ക് അത് അവര് പറഞ്ഞത് ശരിയാണോ എന്ന്. 2 raised to 40 4 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ 4-നെ 2 raised to 40 കൊണ്ട് ഗുണിക്കുക എന്നൊരു അർത്ഥമുണ്ട് അതിന്. ഇവിടെ 2 ഇവിടെ 4. 4 2 എളുപ്പമാർഗം 2 raised 2 എന്ന് എഴുതലാണ്. 4-ന് പകരം 2 raised 2 എന്ന് എഴുതിയതിനു ശേഷം 2 raised 40 ഉണ്ട്. A raised m into A raised n സമം A raised m plus n എന്ന് പഠിച്ച കുട്ടികൾക്ക് ഇതിന് പ്രയാസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4.2 42 2 വര കഴിഞ്ഞു. മനസ്സിലായോ ദേവനന്ദ? യെസ്. 2 raised to 42 കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പോകാൻ നമുക്ക് അടുത്ത ഇതേപോലുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് വായിച്ചപ്പോടിക്കട്ടെ, നിങ്ങൾക്ക് വീണ്ടും കാണാൻ. 50 raised to 2 plus 50 raised to 2 plus 50 raised to 2 ഇതൊരു 50 ടൈംസ് വരെ പോയാൽ എത്ര? ഇത് 50 പ്രാവശ്യം ചെയ്താൽ എത്ര? സം ഓഫ് ടൈപ്പ് ചെയ്തോളൂ ആൻസർ. ദേവനന്ദ ആൻസർ വരുന്നുണ്ടാ? നോക്കാം നമുക്ക്. 15 raised to 2 into 50 times 50 കൊണ്ട് കുടിക്കണം എന്നാണ്. 50 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് പകരം 50 കൊണ്ടങ്ങ് കുടിച്ചാൽ മതി. 50 എന്ന് പറഞ്ഞാൽ 50 raised to 1 ആണ്. അപ്പൊ 50 raised to ആരാപ്പോ മൈക്കോണ്ട് വിളിച്ചു മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഇതാണ് ഈ ഓഫ് ചെയ്യുന്നുണ്ടോ? 2 ഫോൺ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരു ഫോൺ മൈക്ക് മ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ഇവിടെ 50ന്റെ പവർ ഇവിടെ 2, ഇവിടെ 1. 2 1 കൂട്ടിയാൽ 3 ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ 50 raised to 3. മനസ്സിലായവർക്ക് ലൈക്ക് തരാം. ദേവനന്ദക്ക് മനസ്സിലായോ? ദേവനന്ദ എന്ന് ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പറയേണ്ടിയിട്ടാണ്. എല്ലാവരും യെസ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ മോളെ നോക്കി പറഞ്ഞാൽ മതി. തിഷ പോയാ? തിഷ ഇല്ലേ? എന്താ മിണ്ടാണ്ട് കുത്തിരിക്കുന്നത്? അടുത്ത ചോദ്യം തിഷേനോടാണ്. 33 into 4 44 into 7777 divided by 5555 into 88 into 999 എത്ര? തിഷ പറയൂ. തിഷ എത്രയായിരിക്കും എന്റെ ആൻസർ? കുട്ടികൾക്ക് പറയാം, അറിയാവുന്നവർ. അറിയാവുന്ന കുട്ടികൾ
അറിയാവുന്ന കുട്ടികൾ ആരാണ്? ഷൈനി എന്ന കുട്ടി മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഷൈനി ഷൈനി ഉണ്ടോ? അവിടെ ഏതൊരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശാലിനി 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 ഞാൻ റിമൂവ് ചെയ്യാണ് ആ കുട്ടിയെ. ആ കുട്ടിയാണ് എക്കോ വെക്കുന്നത്. ശാലിനിനെ റിമൂവ് ചെയ്യാണ്. ഇപ്പൊ റെഡിയായി. ശ്രദ്ധിക്കാതെ ഉപയോഗിക്കില്ല മോളെ. ആ കുട്ടിയാണ് നേരത്തെ കച്ചറയൊക്കെ തീർത്തുകണ്ട. ആ ശരി, മൈക്ക് മ്യൂട്ട് ചെയ്യാം. 323 കുട്ടികളോടുള്ള ചോദ്യം. ശരി, ആൻസർ കിട്ടിയോ ദേവദത്ത? ഉണ്ടോ? ഹലോ, കേൾക്കാമോ ദേവദത്തക്ക്? ആ, ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ നോക്കൂ. 33ഉം 88ഉം നമ്മളെ നോക്കി ചിരിക്കുന്നു. രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 11 ആണ്. 11 കൊണ്ട് ഇതിനെ ഹരിച്ചാൽ 3 കിട്ടും. ഇതേ സംഖ്യയെ 11 കൊണ്ട് ഇവിടെ കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് 8 കിട്ടും. ഇത് 3 കിട്ടി, ഇത് 8 കിട്ടി. ഇനി അടുത്ത ആളിലേക്ക് പോയിക്കോളൂ. 444നെ ഹരിക്കാൻ പറ്റുന്ന, നിശേഷം ഹരിക്കാൻ പറ്റുന്ന ആള് 111 കൊണ്ട് ഹരിക്കാം. അപ്പൊ 111 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 4 കിട്ടുക. ഇവിടെ അങ്ങനെയാണെങ്കിൽ 111 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. ഇത് 3 അക്കം വന്നു. ഇവിടെ അങ്ങനെ തന്നെ വന്നു. ഇനി ഇവരിലേക്ക് വരാം. 7777നെ 1111 കൊണ്ട് ഹരിച്ചേക്ക്. അപ്പൊ നിങ്ങൾക്ക് 7 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് അപ്പൊ എത്ര കിട്ടും മോളെ? 5 കിട്ടും. വെരി ഗുഡ്, 5 കിട്ടും. കണ്ടോ, പഠിക്കുന്നുണ്ട് കുട്ടികളാണ്. വെറുതെ മൈക്കോൺ ചെയ്തിട്ട്. ആ ശരി, അടുത്ത് നിൽക്കല്ലേ. ബാക്കിയുള്ള എഴുതിക്കോ. 3 × 4 × 7 5 × 8 × 9. തീർന്നില്ല. അവിടെയും ചെറിയ ചെറിയ ജോലിയുണ്ട് നമുക്ക്. 3 3 ഒരു പ്രാവശ്യം. 9 എത്ര പ്രാവശ്യം മോളെ? 3 പ്രാവശ്യം. അവിടെ 3 ആയി. 4 4 ഒരു പ്രാവശ്യം. 8 എത്ര പ്രാവശ്യം മോളെ? 2. കഴിഞ്ഞു തോന്നുന്നു. 1 × 1 × 7 2 × 5 × 2 × 3 എത്രയാ മോളെ? 30. 7/30 ആണ് ശരി. ഇത്രയും എഴുതിയ ഉത്തരമായ മോളെ? ആ മോക്കത് അറിയില്ല. ആയില്ല. 2 വര. 2 വര വേണം. 2 വര വരച്ചോ. അത് മനസ്സിലായ മറ്റു കുട്ടികൾക്ക്? യെസ് ഓർ നോ? ക്ലിയർ ആയോ? ആ, ക്ലിയർ ആയി. മനസ്സിലായി. ആ, അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. മനസ്സിലായി. ചോദ്യം കണ്ടാൽ, ഇത്ര ചോദ്യം കണ്ടാൽ ബേജാറാവൊന്നും വേണ്ട. ചോദ്യം കണ്ടാൽ ബേജാറാവണ്ട. മയച്ചത് കൊണ്ട് ബേജാറാവണ്ട. പിന്നീട് യൂട്യൂബിൽ ഈ ചോദ്യം വരും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ടാൽ മതി. നിങ്ങൾ ചില ഡിവിഷനൊക്കെ നല്ല രസകരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സിംപ്ലിഫൈ. 16നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എളുപ്പമുണ്ട്. പക്ഷെ ആ എളുപ്പം കണക്കിന്റെ ഒരു എളുപ്പമൊന്നല്ല. 16ന്റെ പകുതി ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നുണ്ട്. അത് വല്ലാത്ത സങ്കടമാണല്ലോ. 16ന്റെ പകുതി 32. 8 ഇത് 32. 8ന്റെ പകുതി 4. ഇത് 16. 4ന്റെ പകുതി 2. ഇത് 8. ഇത് 1. ഇത് 4. ഈ 1/4ലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കടക്കുന്നതിന് പകരമാണ് 16/64 16 കൊണ്ടെങ്കിൽ ഡിവൈഡ്. 16 HCF ആണ്. 16 ഒരു പ്രാവശ്യം. 64 4 പ്രാവശ്യം. അങ്ങനെ ചെയ്യാം. അപ്പോഴാണ് വേറൊരു കുട്ടിക്ക് ഒരു എളുപ്പമാർഗം തോന്നിയത്. അത് കുട്ടി കണ്ടുപിടിച്ചൊരു എളുപ്പം മാത്രം. 6 ആകെന്ന് വെട്ടിക്കളിയണ്ട. അപ്പൊ 1/4 കിട്ടും. ഇതാ കുട്ടി കണ്ടെത്തിയ. അതിൽ ഇതൊന്നും ഇല്ല. എന്നാലും ആ കുട്ടി 6 കണ്ടപ്പം വെട്ടിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം ഭിന്നസംഖ്യകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇതാ വരുന്നു അടുത്ത ചോദ്യം. പെട്ടെന്ന് ചെയ്യണം. 1/39 + 1/39
49 is equal to a by b. a എത്ര? ടൈപ്പ് വരുന്നുണ്ടോ മോളെ? 88 ആണോ സർ? 88 എന്ന സന്തോഷ വാർത്ത അവരെ അറിയിച്ചോളൂ. ബി എത്ര എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. 88. ഇനി ബി എത്ര എന്ന് ചോദിച്ചാൽ പോയി വിചാരിക്കാം, അത് 1911 ആയിരിക്കും. കാരണം ഇവിടെ താഴെ 39 49 ഗുണിച്ചാൽ മതി, മേല 39 49 കൂട്ടിയാൽ മതി. അങ്ങനെ 58 കിട്ടുന്നത്. ഈ ചോദ്യം ഇങ്ങനെ അങ്ങ് ഗുണിച്ചെന്നല്ലാതെ ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ തന്നെയാണ്, അങ്ങ് ബൈഹാത്താക്കുന്നതല്ല. ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടില്ല, വിശദീകരിക്കണം എന്ന് പറയും. വിശദീകരിക്കണം. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? വിശദീകരിക്കണോ? എന്നാൽ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഞാൻ വിശദീകരിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഭിന്നസംഖ്യ കണ്ട ബേജാറാവണ്ട, ഭിന്നസംഖ്യകളൊക്കെ എളുപ്പമാണ്. മൈക്ക് മ്യൂട്ട്. 1/2 കൂടെ 1/3 കൂട്ടിയാൽ എത്ര? അതിന്ന് എടുക്കാം. കാണിച്ചത് ഇതെല്ലാം ആദ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. 1 അത് 1/2 ആക്കി, പകുതി. ഹാഫാണല്ലോ ഇത് ഹാഫാണ്. ആ 1/2 ഇത്. 1 ആയിരുന്നു, ഹാഫാക്കി 1/2 ആക്കി. ഇതും അതേ വലിപ്പത്തിലുള്ളത് തന്നെയാണ് വെട്ടിയെടുത്തത്. നിങ്ങൾക്കും ചെയ്യട്ടോ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിൽ നിങ്ങളുടെ പഠന റൂമിൽ കൊണ്ടാക്കാം. ഞാൻ ഇന്നാളൊരു കുട്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് ആ കുട്ടി പരസ്യം എഴുതുന്ന ബോർഡായി, ചെറിയ പൈസക്ക് ഹാർഡ്വെയർ ഷോപ്പ് കിട്ടും. അതിനടിയിൽ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഈ കുട്ടി ഇത് ചെയ്തത്. നിങ്ങൾ ഭിന്നസംഖ്യ ഒടിക്കാൻ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഈ സാധനം ഞാൻ 3 കളറിൽ കൊടുത്തത് 1/3 എന്ന് കാണിക്കാനാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ 1/2 ആണോ ഈ 1/3 ആണോ ഏതാ വലുത്? ദേവനന്ദക്ക് ഈ ഒരു കേക്ക് തന്നു, ഈ ഒരു കേക്ക് തന്നു. ഈ കേക്കാണോ സ്വീകരിക്കുക? 1/3 എന്ന കേക്കാണോ സ്വീകരിക്കുക? എന്തുകൊണ്ടാ? അതാ വലുത്. അപ്പോൾ കേക്കിനോട് ആർത്തി ഉണ്ടല്ലേ? ആയിക്കോട്ടെ. കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് വലുതെടുത്തു. ഇതാ വലുത്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് 2 കൂടി ചേർത്ത് വെച്ച അത്രയാണ്. ചേർത്തു. ഇത് 2 കൂടി ചേർത്തു. ഇതിനെ വീണ്ടും തുല്യഭാഗമാക്കണം. അതിനൊരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് കുറെ തുല്യഭാഗമാക്കി ഇവിടെ വെച്ച് വെക്കുക. നിങ്ങൾ വെച്ച് നോക്ക്, എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വെച്ചു. വെച്ചപ്പോൾ കളർ ചെയ്ത തുല്യമായിട്ട് എത്രയുണ്ട് നോക്കിക്കോളെ. 1 2 3 4 5 ബൈ 1 ബാക്കി വന്നു. അപ്പം 1 2 3 4 5 6 6 5. അങ്ങനെയാണ് മക്കളെ ഈ 3 2 കൂടി കൂട്ടിയിട്ട് മേലെ എഴുതുക, 2നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് താഴെ എഴുതുക. ഇപ്പൊ മനസ്സിലായോ? 98 പ്ലസ് 1/99 a by b. എയുടെ വില 3 ആയിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താ ചെയ്യേണ്ടത്? ഓക്കെ. അപ്പം ഇത്തരം ചോദ്യം കണ്ടാൽ ബേജാറാവണ്ട. മനസ്സിലായോ? ശരി. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് കുറച്ച് ചോദ്യം ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം.
അതൊക്കെ നിങ്ങൾ മനസ്സിൽ ഉറച്ചതിന് ശേഷം മതി. ഇത് എന്താണ് സംഭവം എന്ന് തിരിച്ചറിയണ്ടേ കുട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിൽ കാണുന്നുണ്ടോ മോളെ ദേവനന്ദ? Yes. ഒന്നെന്ന് കാണുന്നുണ്ടോ മോള്? Yes. തുക 12, ഗുണനഫലം ഏറ്റവും കൂടുതൽ ആയ, തുക 12ഉം ഗുണനഫലം ഏറ്റവും കൂടുതലുമായ സംഖ്യകളുടെ വ്യത്യാസം എത്ര? സംഖ്യകളുടെ വ്യത്യാസം എത്ര? Sum is 12. Product is maximum. What is the difference of the digits? ഇപ്പം വേണ്ട, യൂട്യൂബിൽ വരുമ്പോൾ ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. ആ ഡിജിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? രണ്ട് സംഖ്യ എടുത്ത് വെച്ച് നോക്ക്. തുക 12ഉം ഗുണനഫലം മാക്സിമമായ ആ ഡിജിറ്റ്സിന്റെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്ലാസ്സിലെ ചർച്ച ചെയ്യേണ്ടതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. 3⁻41 plus 3⁻42 plus 3⁻43 plus 3⁻44 plus 3⁻45. ഇതൊരു വലിയ സംഖ്യയാണ്. 341 പ്രാവശ്യം എഴുതി കുളിച്ചിട്ട് പിന്നെ 342 പ്രാവശ്യം എഴുതി കുളിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ബോർഡ് പോലും ഒതുങ്ങാത്ത വലിയൊരു സംഖ്യയാണ്. പക്ഷേ ഈ സംഖ്യയെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ Which of the following is exactly divisible by? Which of the following is exactly divisible by? നിശേഷം വരിക്കുക. Exactly divisible by. Sir, second question എഴുതിയിട്ടില്ലേ? അങ്ങനത്തെ വേറെ മോഡൽ ക്വസ്റ്റ്യൻ. 3⁻41 plus 3⁻42 3⁻45. എന്താ നമ്മൾ പറഞ്ഞത്? 3 സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലേ? ഇത് അതുപോലെയുള്ള വേറെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരുമോ? അതെല്ലാം പിന്നെ ഇതിപ്പോ ഹോംവർക്കാണ്. ഹോംവർക്ക് എടുത്ത് കളിച്ചാൽ അടുത്ത ക്ലാസ്സിലാണെന്ന് പറയുക കേട്ടാ. 3⁻41 42 അങ്ങനെ 45 വരെ കൂട്ടിയിട്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ 4, 5, 11, 17. കണ്ടുപിടിക്കും. ഈ രണ്ട് ചോദ്യമാണ് ഇന്നത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിലിരിക്കുമ്പോൾ, അടുത്ത ക്ലാസ് നാളെ തന്നെ, നാളെ ഞായറാഴ്ച രാവിലെ ക്ലാസ്സുള്ള വിവരം അറിയിക്കുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് വെക്കും. ക്ലാസ് ഇല്ലെങ്കിൽ എല്ലാ സമയത്തും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കുക. ആ ഗ്രൂപ്പിലൂടെ മെസ്സേജ് വരും. മെസ്സേജ് ക്ലാസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തലേ ദിവസം മെസ്സേജ് വരും. അത് തലേ ദിവസം ഒരു 8 മണി വരെയൊക്കെ നോക്കണം നിങ്ങൾ. അതിനിടയ്ക്ക് ഞാൻ അറിയിക്കും. ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യം, ആ ചോദ്യത്തിൽ ഒരു ചോദ്യം കൂടി ചേർത്ത് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സൺഡേ 81 ദിവസം കഴിഞ്ഞാൽ ഏതാഴ്ച? 81 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം, ഏത് ഡേ ആണ്? ടുഡേ ഈസ് 81 ദിവസം കഴിഞ്ഞുള്ള ദിവസം ഏതാണ്? 81 ദിവസം കഴിഞ്ഞുള്ള ദിവസം ഏത്? ടുഡേ ഈസ് സൺഡേ. ആഫ്റ്റർ 81 days which day? ഈ 3 ചോദ്യം ഒന്ന് വായിച്ചെടുക്ക്.
തിഷ. മടപ്പള്ളി ഗേൾസിലെ കുട്ടികൾ ഇതിലുണ്ടോ? മടപ്പള്ളി ഗേൾസ് അല്ലേ, മടപ്പള്ളി ബോയ്സ് ഉള്ള കുട്ടികളുണ്ടോ ഇതിൽ? മടപ്പള്ളി ബോയ്സിലെ ഏതോ ഒരു കുട്ടി ഇന്നലെ നമുക്കൊരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു തന്നു. അത് ആ കുട്ടീന്റെ പേരെന്താ ഇതിലുണ്ടാ? സിയാനി ഉണ്ടോ ഇപ്പോ? ഇന്നുണ്ടോ? യെസ്, ഒരു 4 വരി പാട്ട് മോളെ. സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ, പറയാം ഞാൻ പറയാം കൊതിച്ചതെല്ലാം, പറയാതിരുന്നതെല്ലാം ഇനി പറയാം. തുടങ്ങാം ഇനി കൊണ്ടാടാൻ തുടങ്ങാം ഒരു പ്രണയോത്സവം വിണ്ണിൽ പാറിപ്പറന്നുയരാൻ തുടങ്ങാം പുതുമഹോത്സവം. ഓക്കെ. യെസ്. ഇനി ആരെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് ലെവലില് അല്ല ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ. ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർക്ക് അടുത്ത പ്രാവശ്യം അവസരം കൊടുക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോ. അതെന്തായിരുന്നു? അതെന്താ അവിടെ നേരത്തെ പറയായിരുന്നത്? സമയം കഴിഞ്ഞാ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് സൺഡേ. നിങ്ങൾ പരീക്ഷ എഴുതാമത്തെ സൺഡേ എന്നായിരിക്കല്ലോ, എന്നാൽ ചോദ്യം ഇങ്ങനെ വരിക. ടുഡേ ഈസ് സൺഡേ. ആഫ്റ്റർ 81 ഡേയ്സ് വിച്ച് ഡേ? 81 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം? USS എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വരും. മൊബൈൽ നമ്പർ വേണേ എഴുതി വെച്ചോളൂ. 86 86 17 17 29. ഇത് ഓർമ്മിക്കാൻ സുഖമാണ്. അവസാനം രാമാനുജ നമ്പറാണ്. നടുക്കുള്ളത് പ്രൈം നമ്പറാണ്. 86 86 എല്ലാം കൂടി കൂട്ടിയാൽ 28 കിട്ടുക. അത് പെർഫെക്റ്റ് നമ്പറാണ്. 3 നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് പഠിക്കാം. 3 നമ്പർ 28 പെർഫെക്റ്റ് നമ്പർ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. 1 2 ഇതിന്റെ ഘടകങ്ങൾ 4 7 14 28. ഇവെല്ലാം കൂട്ടിയാൽ 28 മാറ്റിയാൽ 28 കിട്ടുന്നു. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 28 എക്സെപ്റ്റ് 28? പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496? പെർഫെക്റ്റ് നമ്പർ ആണ് അനകസംഖ്യ. അത് ഇത് കൂട്ടിയാൽ കിട്ടും കേട്ടോ, പെർഫെക്റ്റ് നമ്പർ. ഇത് 2 പ്രൈം നമ്പർ, 2 ഘടകങ്ങൾ മാത്രം. എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. 17. മാത്രമല്ല 17 വേറൊരു പ്രത്യേകത. 17 പ്രൈം നമ്പർ ആണ്. 17 തിരിച്ചിട്ടാൽ 71 പ്രൈം നമ്പർ ആണ്. ഒരു സംഖ്യ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും പ്രൈം നമ്പർ കിട്ടുന്നെങ്കിൽ ആ പ്രൈം നമ്പറിനെ പെർമ്യൂട്ടബിൾ പ്രൈം നമ്പർ എന്നാ പറയുക. അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. ഇപ്പം വേണ്ട, എല്ലാം കൂടി പഠിച്ചിട്ട് ബേജാറാണ്. പ്രൈം നമ്പർ ഇത് രാമാനുജ നമ്പർ ഓർത്ത് വെച്ചാൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് 5625. നാല് കൊണ്ട് മുടിച്ചാൽ മതി. ഒരു സംഖ്യയുടെ വർഗം 3ന്റെ വർഗം 9, 3ന്റെ ഇരട്ടിയായ 6ന്റെ വർഗം 36. 9 4 കൊണ്ട് മുടിച്ചിട്ട് 36 കിട്ടുന്നത്. ഒരു സംഖ്യയുടെ വർഗം 25, ആ സംഖ്യയുടെ ഇരട്ടിയായ 10ന്റെ വർഗം 100. അപ്പൊ 25 4 കൊണ്ട് മുടിച്ചിട്ട് 100 കിട്ടുന്നത്. അപ്പൊ ഇത് 4 കൊണ്ട് മുടിച്ചാൽ മതി. അടുത്ത പേപ്പർ 4:6 ഈ 2:12 അവിടെ എഴുതിയിട്ട് 4നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2:2 6 എന്ന് എഴുതിയിട്ട് 2k എന്ന് എഴുതിയാൽ 2:12
പ്ലസ് 2 12 ഈസ് ഈക്വൽ ടു 2k അല്ലേ? 212 രണ്ട് പ്രാവശ്യം കൂട്ടിയാൽ 2 × 212 ആണ് 2k വന്നിരിക്കുന്നത്. ഈ രണ്ടിന്റെ പവർ ഒന്നാണെങ്കിൽ ഇവിടെ 2 കൂടി കൂട്ടിയാൽ 212 ഒന്നും 13 ആണ്. 2k രണ്ടും വെട്ടി കയുടെ വില 13. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. യൂട്യൂബിൽ കൂടെ ഷെയർ ചെയ്യുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അയക്കുക. നിങ്ങളെ കമൻറ്റ് ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിൽ ശരി ഉത്തരം തരുന്ന കുട്ടികളുടെ പേരൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ന്യൂമാത്സിൻ്റെ കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ന്യൂമാത്സിൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അറിവിലേക്ക് പറയുകയാണ്. സ്റ്റേറ്റ് ലെവലിൽ ഈ വർഷം ന്യൂമാത്സിൻ്റെ മത്സരത്തിൽ, അതായത് ജനുവരി 20 നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കുള്ള നേരിട്ടുള്ള ക്ലാസ് ഈ ജനുവരി 7 ഞായറാഴ്ച കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിളിക്കാം. ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം USSൻ്റെ ഗിഫ്റ്റഡ് കുട്ടികളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.